മധ്യപൂർവേഷ്യൻ കടലിടുക്കുകളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ അതിശക്തമായ യുദ്ധക്കപ്പലുകളായ USS എബ്രഹാം ലിങ്കൺ, USS ട്രിപ്പോളി എന്നിവയിലെ സൈനികർ കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിനിടയിൽ സംഭവിച്ച ലോജിസ്റ്റിക് പരാജയമാണ് ഇതിന് കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ നാവികർ പട്ടിണിയിലാണെന്ന വാർത്ത അത്ഭുതത്തോടെയും ആശങ്കയോടെയും കൂടിയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ പെന്റഗണും US നാവികസേനാ മേധാവികളും പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ ശത്രു രാജ്യങ്ങൾ സൈനികരുടെ മനോവീര്യം തകർക്കാൻ നടത്തുന്ന മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമാണെന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം. എങ്കിലും സുരക്ഷാ ഭീഷണികൾ കാരണം വിതരണ കപ്പലുകളുടെ പാതകളിൽ മാറ്റം വരുത്തേണ്ടി വന്നതായും അതിനാൽ കപ്പലുകളിലെ മെനുവിൽ ചില മാറ്റങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയെന്നും അധികൃതർ സമ്മതിക്കുന്നുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും പോലെ തന്നെ പ്രധാനമാണ് സൈനികർക്ക് കൃത്യസമയത്ത് ലഭിക്കുന്ന ലോജിസ്റ്റിക് പിന്തുണയും. ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ രൂക്ഷമായ ചെങ്കടലിലൂടെയും ഗൾഫ് കടലിടുക്കിലൂടെയും ഭക്ഷണം എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ലോജിസ്റ്റിക് ഷിപ്പുകൾ കൃത്യസമയത്ത് എത്താതിരുന്നാൽ സൈനികർക്ക് ഫ്രഷ് ഭക്ഷണത്തിന് പകരം ഫ്രീസർ ഭക്ഷണങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെയും അളവിനെയും ബാധിക്കാൻ കാരണമാകും. അമേരിക്കൻ കോൺഗ്രസിലും ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാൻ സാധ്യതയുണ്ട്. സൈനികരുടെ ക്ഷേമത്തിനായി നീക്കിവെക്കുന്ന കോടിക്കണക്കിന് ഡോളർ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് പ്രതിപക്ഷം ചോദ്യമുയർത്തുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭരണകൂടത്തിന്റെ വീഴ്ചയായി ഈ വിഷയം ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. സ്വന്തം സൈനികർക്ക് ആഹാരം നൽകാൻ പോലും കഴിയാത്ത രാജ്യം എങ്ങനെ ലോക പോലീസായി തുടരുമെന്ന ചോദ്യം ശത്രുപക്ഷവും ഉയർത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സഖ്യരാജ്യങ്ങളായ ഇറ്റലി, ഫ്രാൻസ് എന്നിവയുടെ സഹായത്തോടെ സൈനികർക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള പുതിയ വഴികൾ അമേരിക്ക തേടുകയാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ പെന്റഗണിന്റെ വിശദീകരണത്തിന് മുൻഗണന നൽകുമ്പോൾ റഷ്യൻ, ഇറാനിയൻ മാധ്യമങ്ങൾ ഇതൊരു വലിയ പരാജയമായാണ് ചിത്രീകരിക്കുന്നത്. വിതരണ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു വലിയ പട്ടിണി പ്രതിസന്ധിയായി മാറിയിട്ടുണ്ടാകില്ല എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുദ്ധം എന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, വയറുകൊണ്ടും ജയിക്കേണ്ട ഒന്നാണെന്ന് ഈ വിവാദം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഭക്ഷണ വിതരണം സാധാരണ നിലയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ കപ്പലുകൾ മേഖലയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നേക്കാം. സൈനികന്റെ ശാരീരിക ക്ഷമതയെയും മനോവീര്യവും സംരക്ഷിക്കുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും പ്രഥമ പരിഗണനയായിരിക്കണം. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ മാത്രമേ ഈ നിഗൂഢതയ്ക്ക് കൂടുതൽ വ്യക്തത നൽകുകയുള്ളൂ.